അസ്സലാമു അലൈക്കും. ഹലോ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, കൊടും ചൂടിൽ വളരെ വിഷമിക്കുന്ന ജനങ്ങൾ മാത്രമല്ല സർവ്വജീവികളും വളരെ വിഷമത്തിലാണ്. ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് എന്നതുപോലെ സൂര്യാഘാതമേറ്റ് തളർന്നു വീഴുന്ന രംഗങ്ങൾ, അതുപോലെ സഹായിക്കാൻ ആളില്ലാത്ത ആളുകൾ, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, ഇവരോടൊക്കെ കരുണ കാണിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ എന്ന് പറഞ്ഞത്. ഭൂമിയിലുള്ള സർവ്വതിനോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം, എന്നാൽ അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കും. അല്ലാതിരുന്നാൽ നേരെ മറിച്ചായിരിക്കും ഉണ്ടാകുക. ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുന്ന സർവ്വജീവികൾക്കും ഇപ്പോൾ എത്തിപ്പെടാൻ കഴിയാത്ത ആഴത്തിലുള്ള കിണറിലൊക്കെയാണ് വെള്ളം ഉണ്ടാകുക. എന്നാലോ നമ്മൾക്ക് വെള്ളത്തിന് വേണ്ടി നമ്മൾ ടാങ്കിൽ ശേഖരിച്ച് വെച്ച് അതിൻ്റെ മേലെ അടപ്പ് വെച്ച് പൈപ്പിലൂടെ പുറത്തെടുക്കുന്നുള്ളവർ, ഇല്ലാത്തവരുള്ള സ്ഥലത്തുനിന്ന് ടാങ്കിലാക്കി കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ജീവിക്കുന്ന നമ്മളെപ്പോലെ തന്നെ ജീവിക്കുന്ന ജീവികൾ, പക്ഷികൾ, പറവകൾ, ഇവക്കൊക്കെ വെള്ളം വേണം. ഇതിനു വേണ്ടി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എന്തെങ്കിലും പാത്രങ്ങൾ വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ ആ ജീവികൾ അത് കുടിക്കുമ്പോൾ അതിങ്ങൾക്കുള്ളൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം മതി നമ്മളെ ഇബാദത്ത് സ്വീകരിക്കാനും സ്വർഗത്തിൽ കടക്കാനും. ആ ഒരൊറ്റ കാരണത്താൽ നമ്മളെന്ത് ചെയ്യും? ഒരു പക്ഷേ എത്ര പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും നമ്മൾക്ക് ഈ റബ്ബിൻ്റെ മുമ്പിൽ വളരെ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. നമ്മളൊക്കെ പറയുന്നതും കേൾക്കുന്നതുമാണല്ലോ. ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരു വേശ്യ സ്ത്രീ, ആ സ്ത്രീ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഒരു കിണറ്റിൻ്റെ ചുറ്റുഭാഗത്ത് ഒരു നായ ഇങ്ങനെ മണ്ണ് കപ്പിക്കൊണ്ട് ഇങ്ങനെ കിണറ്റിലേക്ക് ഇങ്ങനെ ചുറ്റുഭാഗത്തും ചുറ്റുന്നു. അപ്പോൾ ഈ പെണ്ണ് മനസ്സിലാക്കി ഈ നായക്ക് ദാഹിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഷൂ ഊരിയിട്ട് അതിൽ വെള്ളമാക്കി ആ നായക്ക് കൊടുത്തു എന്ന്. ഈ കാരണത്താൽ ആ സ്ത്രീൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്ത് സ്വർഗത്തിലായിന്ന്. നമ്മളെ ചുറ്റുഭാഗത്തും വരുന്ന ജീവികളെ എറിഞ്ഞാട്ടി വളരെ ഈ ജിജ്ഞാസയോടുകൂടെ വരുന്ന ജീവികളായിരിക്കും. അവകളെ എറിഞ്ഞാട്ടി നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അതുപോരാ, നമ്മുടെ വീടിൻ്റെ അടുത്ത് പാത്രങ്ങൾ വെച്ചിട്ട് അതിൽ വെള്ളം പാർന്നു കൊടുത്താൽ ഇത് നമ്മൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഇതെല്ലാവരും ഉൾക്കൊള്ളുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സംബന്ധമായ നല്ല വിഷയങ്ങളുമായിട്ട് പിന്നീട് സംസാരിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.